വെള്ളിയാഴ്ച ഞങ്ങൾ ടോണി ക്രൂസിന് വിരമിക്കാനുള്ള അവസരമൊരുക്കും. ക്വാർട്ടർ അംഗത്തിന് മുമ്പ് മാധ്യമങ്ങൾക്ക് മുമ്പിൽ സ്പാനിഷ് സ്ട്രൈക്കർ ഹൊസേലു രസകരമായൊരു പ്രഖ്യാപനം നടത്തി. ഈ യൂറോയുടെ ദേശീയ ടീമിൽ നിന്ന് വിട പറയുമെന്ന് ടോണി ക്രൂസ് നേരത്തെ തന്നെ പ്രഖ്യാപിച്ചിരുന്നു. ജർമ്മനിയുടെ ഈ യൂറോയിലെ പോരാട്ടം സ്പെയിനിന് മുന്നിൽ അവസാനിക്കുമെന്നാണ് ഹൊസേലു പറയാതെ പറഞ്ഞത്. റയൽ മാഡ്രിഡിലെ തന്റെ സുഹൃത്തു കൂടിയായ ഹൊസേലുവിന് മറുപടിയുമായി തൊട്ടു പിന്നാലെ ക്രൂസും എത്തി. അവന്റെ ആഗ്രഹം സഫലമാകാതിരിക്കാൻ ഞാൻ പരമാവധി ശ്രമിക്കും. സ്പെയിനിനെതിരെ കടുത്ത മത്സരമാണെന്നറിയാം. ഇത് എൻ്റെ അവസാന മത്സരമാകില്ല. അതിനായി എനിക്ക് ചെയ്യാവുന്നതിൻ്റെ പരമാവധി ഗ്രൗണ്ടിൽ കാണിക്കും, ആത്മവിശ്വാസത്തോടെ ക്രൂസ് പറഞ്ഞു. വാക്കുകൾ കൊണ്ടുള്ള പോരാട്ടം അതിൻ്റെ വഴിക്ക് നടക്കുമ്പോഴും കളിയിലും കണക്കിലും ഇരു ടീമുകളും ഈ യൂറോയിൽ ഏറെ മുന്നിലാണ്. സ്പെയിൻ ഇതുവരെ അടിച്ചുകൂട്ടിയത് 9 ഗോളുകൾ, വഴങ്ങിയതാകട്ടെ ഒരേ ഒരെണ്ണം. ആതിഥേയരായ ജർമ്മനി 10 തവണ എതിരാളികളുടെ ഗോൾ വല ഭേദിച്ചു. 2 തവണയാണ് ഗോൾ വഴങ്ങിയത്. യൂറോപ്പിൽ തങ്ങളുടെ ആധിപത്യം നിലനിർത്താൻ പരിശ്രമിക്കുന്ന 2 ടീമുകൾ വലിയ തിരിച്ചുവരവിനാണ് ഈ യൂറോയിൽ ശ്രമിക്കുന്നത്. വെള്ളിയാഴ്ച MHP അരീനയിൽ ക്വാർട്ടർ ഫൈനലിൽ ഈ കളിക്കൂട്ടം പന്ത് തട്ടുമ്പോൾ മത്സരം അപ്രവചനീയമാകുമെന്നുറപ്പ്. ഫൈനലിന് മുമ്പൊരു ഫൈനൽ പോരാട്ടം. 1000 പാസിൽ നിന്നും ഗോൾ ലക്ഷ്യമാക്കിയുള്ള ലോങ് പാസിലേക്കുള്ള സ്പാനിഷ് പരിണാമമാണ് ഈ ടൂർണമെന്റിൽ കണ്ടത്. പന്ത് കൈവശം വെച്ച് മത്സരത്തിൽ ആധിപത്യം പുലർത്തുകയല്ല, 2-3 പാസിലൂടെ എതിരാളികളുടെ വലയിൽ പന്തെത്തിച്ച് വിജയം പിടിക്കുക എന്നതാണ് ഇപ്പോൾ സ്പാനിഷ് മുദ്രാവാക്യം. ലൂയിസ് എൻഡുക്കയിൽ നിന്ന് ലാഫുണ്ട എന്ന പരിശീലകനിലെത്തിയതോടെ കാളക്കൂറ്റന്മാരിൽ വന്ന മാറ്റത്തിന് റിസൾട്ടുകൾ തന്നെയാണ് മറുപടി. ജൂലിയൻ നഗ്ലസ്മാൻ എന്ന 36-കാരന്റെ കോച്ചിംഗ് തന്ത്രങ്ങളിൽ വിജയിച്ചു കയറുന്ന ജർമ്മനിക്കും ഈ യൂറോ ഏറെ സ്പെഷ്യലാണ്. സ്വന്തം നാട്ടുകാർക്ക് മുന്നിൽ തിരിച്ചുവരവിനുള്ള അവസരമായാണ് ഓരോ ജർമ്മൻ താരങ്ങളും ഇത് കാണുന്നത്. സ്പെയിൻ മധ്യനിരയിൽ റോഡ്രിയും ജർമ്മൻ നിരയിലെ ടോണി ക്രൂസുമാകും ശ്രദ്ധാകേന്ദ്രം. യൂറോയിൽ തന്നെ കൂടുതൽ പാസ് നൽകി മുന്നേറുന്ന ക്രൂസിന് പഴകും തോറും വീര്യം കൂടി വരികയാണ്. റോഡ്രി ആകട്ടെ ഗോൾ അടിക്കാനും അടുപ്പിക്കാനും മിടുക്കുള്ള താരമാണ്. സ്പെയിൻ ജേഴ്സിയിലും മാഞ്ചസ്റ്റർ സിറ്റിയിലെ അതേ ഫോം തുടരുന്നു. ജോർജിയക്കെതിരെ റോഡ്രി നിർണായക ഗോൾ നേടിയിരുന്നു. കഴിഞ്ഞ ഖത്തർ ലോകകപ്പിൽ ഇരുവരും ഏറ്റുമുട്ടിയപ്പോൾ ഓരോ ഗോൾ വീതം നേടി സമനിലയിൽ പിരിഞ്ഞിരുന്നു. അതിനു മുമ്പ് യുവേഫ നേഷൻസ് ലീഗിൽ എതിരില്ലാത്ത 6 ഗോളിനാണ് സ്പെയിൻ ജർമ്മനിയെ മുക്കിയത്. ഖത്തർ ലോകകപ്പിൽ ഗ്രൂപ്പ് ഘട്ടത്തിൽ തന്നെ ജർമ്മനി മടങ്ങിയപ്പോൾ പ്രീ ക്വാർട്ടറിൽ മൊറോക്കോയോട് തോറ്റായിരുന്നു സ്പെയിനിന്റെ പടിയിറക്കം. അവിടെ നിന്ന് ഇരു ടീമുകളുടെയും കളിശൈലി ഏറെ മാറിക്കഴിഞ്ഞു. പരിഷ്കരിച്ച ഫുട്ബോൾ പതിപ്പുമായാണ് സ്പെയിനും ജർമ്മനിയും യൂറോയിലേക്ക് എത്തിയത്. മികച്ച 2 ടീമുകളിലൊന്ന് മടങ്ങുമെന്നതിൽ കാൽപന്ത് പ്രേമികൾക്കും നിരാശയുണ്ട്.